കേബിൾ ടിവി രംഗത്ത് ജനകീയമായ ഇടപെടലുകളുമായി മാതൃകയായിരിക്കുകയാണ് കേരള വിഷനും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും. കേരള വിഷനും NH അൻവർ ട്രസ്റ്റും സംയുക്തമായി ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് സമർപ്പണം നടത്തി. ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായാണ് 24 ലക്ഷം രൂപ ചെലവഴിച്ച ആംബുലൻസ് നൽകിയത്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ജില്ലയ്ക്കും ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യത്തോടെ കേരള വിഷൻ നടപ്പിലാക്കുന്ന സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിക്ക് പുതിയ ആംബുലൻസ് കൈമാറി. കേരള വിഷനും NH അൻവർ ട്രസ്റ്റുമായി ചേർന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസ് നൽകിയത്. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ താക്കോൽദാനം നടത്തി. അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിപ്രസാദ് താക്കോൽ ഏറ്റുവാങ്ങി. കേരള വിഷൻ വന്നതോടുകൂടി ഇപ്പോൾ വലിയൊരു സേവനമാണ്. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന പല പ്രവൃത്തികളിലൊന്നായിട്ടാണ് ഈ പ്രവൃത്തിയെ കാണുന്നത്. ആംബുലൻസ് നമുക്കറിയാം, നമ്മുടെ ഈ ആശുപത്രിക്ക് ആവശ്യമുള്ള ഒന്നാണ്. നിരവധിയായിട്ടുള്ള ആംബുലൻസുകളുണ്ടെങ്കിലും ചികിത്സാ രംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ മറ്റുള്ള പ്രദേശങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശം കണ്ടെത്തിക്കൊണ്ടാണ് ഈ ആംബുലൻസ് ഇവിടെ നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. NH അൻവർ ട്രസ്റ്റിനെയും കേരള വിഷനെയും എൻ്റെ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട്, കേരള വിഷൻ വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം എത്തിച്ചേരാതെ ഒരു പ്രദേശത്ത് പോലും പല സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം എനിക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ആംബുലൻസ് സർവീസുകളും ഡയാലിസിസ് സെന്ററുകളും അടക്കം അൻവർ ട്രസ്റ്റിന്റെ പേരിൽ ഇനിയും കേരള വിഷൻ നൽകുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. കേരള വിഷനെ സംബന്ധിച്ച് കേരളത്തിൽ കേബിൾ TV ബിസിനസ് രംഗത്ത് ഏതാണ്ട് 30 വർഷത്തെ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. ഇന്ന് കേരളത്തിലെ ഡിജിറ്റൽ കേബിൾ TV മേഖലയുടെ 1/3 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 ലക്ഷത്തോളം വീടുകളിൽ കേരളത്തിൽ കേബിൾ TV സേവനമെത്തിക്കുന്ന ഇന്ത്യയിലെ 4ാമത്തെ കമ്പനിയാണ് ഇന്ന് കേരള വിഷൻ. അതേപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഇന്ന് 15 ലക്ഷത്തിലേറെ കണക്ഷനുകളുമായി കേരളത്തിൽ 1ാമതും ഇന്ത്യയിൽ 5ാം സ്ഥാനത്തുമാണ് കേരള വിഷൻ. 1/4 കോടി രൂപയോളം മുടക്കി ഈ അടിമാലി ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസ് സേവനം ഞങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ സേവനങ്ങൾ നൽകുന്ന മറ്റ് കമ്പനികൾ ഉപഭോക്താക്കളുടെ പോക്കറ്റ് കാലിയാക്കുന്നതല്ലാതെ ഇത്തരത്തിൽ ധാർമ്മികപരമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല എന്നതുകൂടി കൂട്ടിവായിക്കുമ്പോഴാണ് കേരള വിഷൻ്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതേ തരത്തിൽ കേരളത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആംബുലൻസ് സൗകര്യങ്ങളടക്കം ഡയാലിസിസ് സെൻ്ററുകളടക്കം ഉള്ള സൗകര്യങ്ങൾ ഇനിയും അൻവർ ട്രസ്റ്റിൻ്റെ പേരിൽ കേരള വിഷൻ നൽകും. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി K. വിജയകൃഷ്ണൻ റിപ്പോർട്ട് അവതരണം നടത്തി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK മോഹനൻ നായർ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാക്സിൻ ആന്റണി, അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ്ന ജോസ്, ഇടുക്കി കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ PSCB, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PS രജനീഷ്, COA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹിക സേവന രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.